റൺസ് എടുക്കാൻ സഞ്ജുവിന് ആകപ്പാടെ വേണ്ടിയതെന്ന് പറഞ്ഞാൽ ഒരു 190 188 ബോൾ കൈ കൊടുത്ത് അതിനുവേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ തുടങ്ങിക്കൊണ്ട് സഞ്ജു ക്യാപ്റ്റനാകുക. ഇന്ത്യ സഞ്ജു സാംസൺ, അതായത് നമ്മുടെ വേൾഡ് കപ്പിൽ മാൻ ഓഫ് ദ ടൂർണമെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് രാജസ്ഥാൻ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞ് CSKയിലോട്ട് വന്നു. അപ്പോൾ അദ്ദേഹം വേറെ ടീമിലോട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന നിലയിൽ സഞ്ജു സാംസണിനെ ഉള്ള ഒരു മലയാളി താരം കൂടെ വെച്ചാൽ സഞ്ജു സാംസണിനുള്ള പ്രതീക്ഷയും ഒക്കെ താങ്കൾക്ക് എന്താ ഉള്ളത്? എനിക്കുള്ളത് പ്രതീക്ഷ എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ സാധിക്കും. ആരും തഴഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ആരും എന്ന് വെച്ചാൽ എല്ലാവരും ഒഴിവാക്കി നിർത്തുന്ന ഒരു സമയമുണ്ട്. അതിൽ പോലും അതിജീവിച്ചുവെങ്കിൽ ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിക്കാനും അല്ലെ ഇന്ത്യൻ ടീമിനെ മുന്നോട്ടുള്ള ലോകകപ്പുകൾ നേടാനും സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അത് എൻ്റെ അഭിപ്രായമാണ്. പിന്നെ ഒരു തിരുവനന്തപുരത്തുകാരൻ ഇന്ത്യയുടെ നെറുകെ വരെ എത്തുക, ക്രിക്കറ്റ് സാമ്രാജ്യത്തിൽ വരെ എത്തുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. ഉദാഹരണത്തിന് എടുത്തു കഴിഞ്ഞാൽ ശ്രീശാന്ത് വന്നതെന്ന് പറഞ്ഞാൽ പണം ഉണ്ടായിട്ട് വന്ന ഒരു വ്യക്തിയാണ്. അത് നമുക്കെല്ലാം കണക്ക് കൂട്ടാം. കാരണം കലിപ്പ്, വിക്കറ്റ് വീണ് കഴിഞ്ഞാൽ ഉള്ള ഒരു രീതിയെല്ലാം നമ്മൾ കണ്ടതാണ്. അതേസമയം സഞ്ജു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അത് നമ്മൾ കാണുന്നതാണ്. സഞ്ജു സാംസൺ എന്ന് പറയുന്ന വ്യക്തി എത്ര ഉയരെ ചെന്നാലും ഉള്ള എളിമ, അല്ലെങ്കിൽ ഞാൻ ഇത്ര ഉയരെയാണെന്ന് ഉള്ള ചിന്തയില്ല. അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹമുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ക്യാപ്റ്റനായി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും മുന്നോട്ടുള്ള എല്ലാ കളികളിലും നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ജനങ്ങളെ അറിയുന്ന ഒരു ആളാണ്. എന്ന് വെച്ചാൽ വലിയ അഹങ്കാരമില്ലാത്ത തനി നാട്ടുപുറത്തുകാരൻ എന്ന രീതിയിൽ ഉള്ള ഒരാളാണ്. അത് പഴയ കാര്യങ്ങൾ പോലെ ഈയിടെ ഒരു അഭിമുഖം കണ്ടായിരുന്നു. ഓട്ടോക്കാരൻ ചേട്ടന്മാർക്ക് നന്ദി പറയുന്നു എന്നും പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഒരു ഉദ്ഘാടനം ചെയ്യാനുള്ളൊരു ചടങ്ങി അതത്ര എളിമയോടെ എടുത്തു പറയേണ്ട വേറൊരാളാണ് എടുത്തു പറയുകയില്ല. അതും ഒന്നാണ്. പിന്നെ ദൈവാനുഗ്രഹം, ഈ ഇത്രയും വരുന്ന കോടിക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥനയാണ്. കാരണം ഇപ്പം ക്രിക്കറ്റ് ടീമിൽ നിന്ന് തന്നെ സപ്പോർട്ട് നമുക്കറിയാം കുറവാണ്. കാരണം എല്ലാവരും തഴഞ്ഞു കളയുന്നു. അല്ലെങ്കിൽ ക്യാപ്റ്റൻ ചാൻസ് ഇന്ന് കിട്ടാൻ തന്നെ പാടുപെട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് പോലും ഹീറോ ആയിട്ട് നിൽക്കുന്ന സഞ്ജു തന്നെയാണ്. ഉദാഹരണത്തിന് ക്യാപ്റ്റൻ ചാൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എത്രയോ 6ഉം 4ഉം അടിച്ച് എത്രയോ റൺസ് എടുത്തു. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം നമ്മൾ കൊടുക്കാൻ അർഹതപ്പെട്ടവനല്ലെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചൊല്ലു പോലെയാണ്, ഈ അർഹതപ്പെട്ടവനൊന്നും കിട്ടുകയില്ല, ഈ അർഹതപ്പെടാത്തവന് കുറേ കിട്ടും. എന്നെ എറിയാനറിയാവുന്നവൻ്റെ ഈ പന്ത് കിട്ടുകയില്ല എന്ന് പറഞ്ഞ് ഒരിതുപോലെ. കാരണം മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് സഞ്ജുവിനെ തഴയുന്നത്. അതുതന്നെയല്ല, ഒരു ഇന്ത്യക്കാരൻ എന്ന ഒരു ഇതുണ്ട്. ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒരു മലയാളി എന്നുള്ള ഒരു തഴച്ചിലുണ്ടോ എന്നാണ് എനിക്ക് സംശയം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണ് അതാണ്. കാരണം ശ്രീശാന്തിനും ഇടയ്ക്ക് കിട്ടിയത് അത്